പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ 2024 മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ഈ ചിത്രം ഹോമിലെ എക്സാം ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ SVG ഫോർമാറ്റിൽ സേവ് ചെയ്യുക. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രൂപത്തിൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം ഈ ബോർഡർ ഒഴിവാക്കേണ്ടതുണ്ട്. അതിനായി ഫയൽ, ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ഓപ്ഷനിലെ ഷോ ബോർഡർ, ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ഇനി ചോദ്യത്തിലുള്ളതുപോലെ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഈ ചിത്രത്തിന്റെ അടിഭാഗം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ അടിഭാഗം തയ്യാറാക്കുന്നതിന് വേണ്ടി ഡിഫറൻസ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ആദ്യം സർക്കിൾ വരയ്ക്കുക. സർക്കിളിന് ഏതെങ്കിലും ഒരു നിറം നൽകുക. ഈ കപ്പിന്റെ അടിഭാഗം കിട്ടുന്നതിനായി ഡിഫറൻസ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് മുകൾ ഭാഗം കട്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു സർക്കിൾ വരച്ചെടുക്കുക. നിറം നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കപ്പിന്റെ അടിഭാഗമാണ് നമുക്ക് വേണ്ടത്, ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ആയതിനാൽ ഇത്തരത്തിൽ ചിത്രത്തിന്റെ മുകൾ ഭാഗത്ത് മറ്റൊരു സർക്കിൾ വെച്ചുകൊണ്ട് 2 സർക്കിളും കൂടി സെലക്ട് ചെയ്യുക. ശേഷം പാത്ത് ഓപ്ഷനിലെ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി കപ്പിന്റെ അടിഭാഗം നാം തയ്യാറാക്കി കഴിഞ്ഞു. കപ്പിന്റെ അടിഭാഗത്തിന്റെ കളർ കോഫി കളറിൽ നിന്ന് യെല്ലോ കളറിലേക്ക്, ലൈറ്റ് യെല്ലോയിലേക്ക് മാറുന്ന രീതിയിലാണ്. ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിച്ച് നമുക്കത് തയ്യാറാക്കാവുന്നതാണ്. ഗ്രേഡിയന്റ് ടൂൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. ടൂൾ ബാറിന്റെ ഏറ്റവും അടിയിലായി ഈ ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയന്റ് ടൂൾ എടുത്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ നാം ഉദ്ദേശിച്ച രീതിയിലല്ല നിറം വന്നിട്ടുള്ളത് എങ്കിൽ നിറം പരിശോധിക്കുക. ഇവിടെ നിറം ഒരു കോഫി കളറാണ്, ഇവിടെ ഒരു ലൈറ്റ് യെല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു കോഫി കളറിലേക്ക് മാറ്റാം. അതേപോലെ ഈ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ലൈറ്റ് യെല്ലോ കളറിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഈ രീതിയിൽ കപ്പിന്റെ അടിഭാഗം നാം തയ്യാറാക്കി കഴിഞ്ഞു. കപ്പിന്റെ മുകൾ ഭാഗം മറ്റൊരു സർക്കിൾ ഉപയോഗിച്ച് നാം തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായി മറ്റൊരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിനും ഗ്രേഡിയന്റ് നൽകേണ്ടതുണ്ട്. ലൈറ്റ് യെല്ലോയിൽ നിന്ന് ഒരു കോഫി കളറിലേക്ക് മാറുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഗ്രേഡിയന്റ് ടൂൾ വീണ്ടും എടുക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ കോഫി കളർ ആണ് ചെയ്യേണ്ടത്. താഴെ ലൈറ്റ് യെല്ലോ. അതിനുശേഷം കൃത്യമായി നമ്മുടെ ആദ്യം തയ്യാറാക്കിയ കപ്പിന്റെ അടിഭാഗത്തിന്റെ മുകളിലായി ഇത് ക്രമീകരിക്കുക. ഇപ്പോൾ കപ്പ് തയ്യാറാക്കി. ഇനി ഇവിടെ ഒരു ദീപം കത്തുന്നതായി കാണാം. അത് തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിനായി ചെറിയൊരു സർക്കിൾ വരച്ചതിന് ശേഷം അത് നാം ബ്ലർ ചെയ്യേണ്ടതുണ്ട്. ബ്ലർ ചെയ്യുന്നതിനായി ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗപ്പെടുത്താം. ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തതിന് ശേഷം അടിഭാഗത്തായി കാണുന്ന ബ്ലർ, ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ബ്ലറാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിനൊരു തിരി നൽകുകയാണ് വേണ്ടത്. അതിനായി ഡ്രോ ബേസിയർ കർവ്സ് ടൂൾ ഉപയോഗിച്ച്
തിരി തയ്യാറാക്കാം. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ തിരി ഇവിടെ വന്നിട്ടുണ്ട്. തിരിയുടെ നിറം നൽകുന്നതിനായി സ്ട്രോക്ക് ക്ലിക്ക് ചെയ്ത് നിറം നൽകുക. സ്ട്രോക്ക് സ്റ്റൈലിൽ നമുക്കതിൻ്റെ വിഡ്ത്ത് പാകപ്പെടുത്താം. ഈ തിരി ഇത്രയും ഡാർക്കായിട്ടല്ല ചിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ആ തിരിയുടെ ഷാർപ്പ്നെസ് ഒന്ന് കുറക്കാവുന്നതാണ്. ദീപം പാകത്തിനാക്കി നമ്മൾ സെറ്റ് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ഈ ചിത്രം വരച്ചെടുക്കാവുന്നതാണ്. ചിത്രം വരച്ചതിന് ശേഷം അത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുന്നതിനായി മുഴുവൻ ചിത്രങ്ങളും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്.